ആയിരിക്കണമെന്ന് ഞാൻ പ്രാരംഭമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം കടക്കുന്നതിന് മുമ്പായി തന്നെ ഇവിടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ദൈവദാസന്മാര് അനേകരുണ്ട്. എല്ലാവരെയും എനിക്ക് പരിചയമില്ല എങ്കിൽ തന്നെയും അവരെ എല്ലാവരെയും നാമത്തിലുള്ള വന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് എന്ന് കേട്ടു. എല്ലായിടത്തും വിവിധ ടൈം സോണിലായിരുന്ന ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തോട് ആഗ്രഹത്തോടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഇന്നു രാത്രിയിൽ ദൈവം എന്നിലൂടെ എന്തെങ്കിലും ഇടപെടുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്നു രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി ആശ്വാസമായി തീരും. ഞാൻ ഭർത്താവിദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങള് റാന്നി എന്ന് പറയുന്ന ദേശത്താണ് എൻ്റെ സ്വദേശം. എങ്കിൽ ദീർഘനാളുകളായി ജോലിയുള്ള ബന്ധത്തിൽ ഈ UK ദേശത്ത് ഞങ്ങൾ ആയിരിക്കുന്നു. ദൈവസഭയോടും ദൈവജനത്തോടും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ നാളുകളിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രാരംഭമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് കടക്കാം. നിങ്ങൾ രാത്രിയിൽ ആയിരിക്കുന്നത് വചനം കേൾക്കുവാനാണല്ലോ. അതുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം. 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് രാത്രിയിൽ നീ എഴുതിയ അതേ വചനം, അതേ ആത്മാവിൽ ഈ ജനത്തിനു വേണ്ടി വെളിപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിനെതിരെ വാദിക്കുന്ന എല്ലാ വാദങ്ങളും നീങ്ങിപ്പോകട്ടെ. ഹൃദയങ്ങളെ രാത്രിയിൽ ഏകാഗ്രപ്പെടുത്തണമേ കർത്താവ്. ക്രിസ്തുവിനെ വരെ മറക്കണമേ. യേശുവിന്റെ രക്തത്തിൽ അടയാളമിട്ട് പ്രാർത്ഥിക്കുന്നു. ജയം തരണം യേശുവിൻ നാമത്തിൽ തന്നെ. കേൾപ്പിച്ച വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, എന്തുമാകട്ടെ, സകലതും അവൻ മുഖാന്തരം ഉളവായി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായി. എല്ലാത്തിനോടും അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവാകുവാനിടയായി തീർന്നു. എങ്കിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ഇങ്ങനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവൻ അതുപോലെ നമ്മെ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. അതിനൊരു കാരണമുണ്ട്. ദൈവത്തിന്റെ പൈതലെ, നമ്മെ വിളിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. മനുഷ്യനെ സ്വരൂപത്തിലും അവന്റെ കൈവേലയിലും മനുഷ്യനെ ആക്കി വച്ചത് മനുഷ്യൻ അവനോട് ചേർന്ന് നിൽക്കുവാനോ, അവനോട് കൂടെ യാത്ര ചെയ്യുവാനോ. ജീവിത മണ്ഡലത്തിൽ പലയിടങ്ങളിലും നമുക്ക് പലതും ലഭിക്കുമ്പോൾ നാം അവനോട് ചേർന്ന് നടക്കുന്ന മണ്ഡലങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഒന്നുകൂടെ ചിന്തിച്ച് മടങ്ങി വരുവാൻ ദൈവം ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവസരങ്ങളെ നൽകുകയോ. കർത്താവ് നമ്മെ ആക്കി വച്ചത്, ദൈവം നമ്മെ വിളിച്ചത്, പലരും പല അവസരങ്ങളിൽ ഈ ദൈവം നമ്മെ വിളിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ: അവനോട് ചേർന്ന് നിൽക്കുവാൻ, അവനോട് പറ്റി നിൽക്കുവാൻ, അവനോട് കൂടെ യാത്ര ചെയ്യുവാൻ, അവനോട് കൂടെ സഞ്ചരിച്ച് അവൻ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ മഹാനിത്യതയിലേക്ക് നമ്മെ നടത്തുവാൻ. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. നമ്മൾ എത്ര മീറ്റിംഗ് കൂടി എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം നീ അവനോട് കൂടെയാണോ യാത്ര ചെയ്യുന്നത്? നീ അവനോട് കൂടെ തന്നെയാണോ നടക്കുന്നത്? അവന് ഹിതമില്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളത് ഉപേക്ഷിച്ച് അവനോടുകൂടെ മടങ്ങി വരുവാനിടയായി തീരണം. അപ്പോഴാ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അപ്പോഴാ ജീവിതത്തിൽ വിടുതലുകൾ വെളിപ്പെടുന്നത്.
അപ്പോൾ ആ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ സ്വർഗം തുറക്കുവാൻ ഇടയായി തീരുന്നത്, അപ്പോൾ ആ രോഗത്തിന് സൗഖ്യം വെളിപ്പെടുവാൻ ഇടയായി തീരുന്നത്. കാരണം അവന്റെ വചനത്തിന്റെ മുമ്പിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചത് എന്താ? ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം അനേക ഇടങ്ങളിൽ ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഒരു പിതാവും ഒരു മകനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെയുള്ള ഒരു അവകാശം എനിക്കും നിനക്കും സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പിതാവിനോട് നീ എന്തെങ്കിലും അപേക്ഷിച്ചാൽ ആ പിതാവ് നിനക്ക് നൽകി തരാതിരിക്കുമോ? എന്ത് പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ നടക്കാത്തത്? എന്ത് രോഗത്തിന്റെ വിടുതലുകൾ നടക്കാത്തത്? എന്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവൃത്തി വെളിപ്പെടാത്തത്? വിശ്വാസം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന രാത്രിയായി തീരട്ടെ. ആത്മാവിനെ ബലപ്പെടുത്തുവാനിടയായി തീരണം. ആത്മാവിന് ശക്തി നൽകുവാനിടയായി തീരണം. ഒരു പിതാവുമായിട്ടുള്ള ബന്ധം നമുക്ക് ദൈവം ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നു. ദൈവവും മനുഷ്യനുമായിട്ട് ഒരു അപ്പനും മകനും എന്ന പോലെ ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വായിക്കും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. എങ്ങനെയാണ് നമ്മൾ ആ ബന്ധത്തിലേക്ക് വരുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മകനോ മകളാകുവാൻ അവകാശവും അധികാരവും തന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം എന്താണെന്ന് അറിയാമോ? അവനും ദൈവവും നാവുമായിട്ട് ഒരു അപ്പനും ഒരു മകനും എന്ന പോലെ ഒരു ബന്ധത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. മുമ്പോട്ട് വായിക്കാം. മറ്റൊന്നുകൂടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാകുന്നു. നമ്മളെ എന്താക്കി വച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മെ ചേർത്തിരിക്കുന്നു എന്ന്. കുടുംബത്തിലുള്ളതിന്റെ എല്ലാ അവകാശങ്ങളും കുടുംബത്തിലുള്ള നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ നാം വിശ്വസിച്ചപ്പോൾ നമുക്ക് അവനൊരു പിതാവിന്റെ സ്ഥാനത്തേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയുന്നു, ആ പിതാവിന്റെ കുടുംബത്തിൽ നീയും ഞാനും അവകാശം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ഭൂലോകിൽ താൽക്കാലികമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ലഭിച്ചില്ലെങ്കിലോ ഇന്ന് രാത്രിയിൽ അവനെ മുറുകെ പിടിക്കുവാൻ, അപ്പനോട് അപേക്ഷിക്കുവാൻ ഈ രാത്രിയിൽ നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിത വിടുതലുകൾ വെളിപ്പെടുവാനിടയായി തീരും. തലമുറയുടെ വിഷയമോ, രോഗത്തിന്റെ വിഷയമോ, ഭാരത്തിന്റെ വിഷയമോ, ഒരപ്പനോട് ഒരു മകൻ അപേക്ഷിച്ചാൽ എന്താ അപ്പൻ നൽകി? അവന് നൽകുവാൻ കഴിയുന്നതെല്ലാം അവൻ നമുക്ക് നൽകി തരും. നമുക്കൊരു കഥ അറിയാം, മുടിയനായ പുത്രന്റെ കഥ. ആ കഥ ഇങ്ങനെ പറയുന്നു. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരു മകൻ, ഇളയ മകൻ അപ്പനോട് കടന്നു ചെന്ന് പറഞ്ഞപ്പോ, എനിക്കുള്ളത് സകലതും എന്റെ സ്വത്തിന്റെ ഭാഗം മുഴുവനും എനിക്ക് തരണമെന്ന് പറഞ്ഞ് അപ്പന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് ബൈബിൾ പറയുന്നു. അവൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്ത് അവൻ ദുർനടപ്പ് നിമിത്തം എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ സകലതും നഷ്ടപ്പെടുത്തി. അപ്പന്റെ സ്വത്ത് മുഴുവനും നഷ്ടപ്പെടുത്തിയ മകൻ പിന്നത്തേതിൽ എന്താ സംഭവിച്ചത്? അവനിൽ ഭക്ഷണം കഴിക്കുവാൻ പോലും ഇല്ലാതിരുന്ന ആ മകൻ, അവൻ എവിടെ? പന്നികളുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന് സുബോധം വന്നിട്ട്. ഇന്ന് രാത്രി ഓർക്കണം, നമുക്ക് സുബോധം വരുമ്പോഴാ നമ്മൾ നമ്മുടെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ, നാം അപ്പന്റെ അടുക്കലെ കുറിച്ച് ചിന്തിക്കുവാനിടയായി തീരുന്നത്.
എപ്പോഴായി സുബോധം വരുന്നതെന്നറിയാമോ? നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാ, നമ്മൾ ചെയ്യുന്നത് മാത്രമേ ശരിയാന്ന് പറഞ്ഞ് നാം യാത്ര ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നതും ശരിയാന്ന് തോന്നി തുടങ്ങുമ്പോൾ, മറ്റുള്ളവരുടെയും നന്ന് എന്ന് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് സുബോധം വരുവാനിടയായി തീരും. ഇന്ന് രാത്രി അവിടെ നമുക്ക് നോക്കാം. ആ മകൻ സകലതും അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവന് സുബോധം വന്നപ്പോൾ അവന്റെ അപ്പനെ ഓർത്തു. അപ്പനെ ഓർത്തപ്പോ എന്താ സംഭവിച്ചത്? അവന് മാനസാന്തരമുണ്ടായി, അവൻ മടങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു രാത്രിയിൽ നാം മടങ്ങി വരുവാനിടയായി തീരണം. അതാ ദൈവവചനം ആഗ്രഹിക്കുന്നത്. വിടുതലിന്റെ ശുശ്രൂഷകളല്ല, ആത്മാവിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ഇന്നു രാത്രിയിൽ വെളിപ്പെടുവാൻ നിങ്ങൾ വീണ്ടും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. എന്നിട്ട് മകൻ മടങ്ങി വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവന് പ്രതീക്ഷിക്കാത്തതൊന്നും അവിടെ സംഭവിക്കുവാനിടയായി തീർന്നു. അപ്പനവനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാനിടയായി തീർന്നു. അപ്പൻ പറഞ്ഞില്ല, മകനെ നീ എന്റെ സകലതും വാങ്ങിയിട്ട് പോയതാ. പക്ഷെ അപ്പന് മനസ്സിലായി, ഈ മകന് മനസ്സാന്തരം വന്ന് മടങ്ങി വന്നതോ, അതുകൊണ്ട് ഞാൻ ഇവനെ ചേർത്ത് പിടിക്കുക, ഞാൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നുള്ള വചനപ്രകാരം നാം എപ്പോൾ മടങ്ങി വരുന്നു അപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുവാനിടയായി തീരും. ഒരു പാപി സ്വർഗത്തിലേക്ക് മടങ്ങി വരുമ്പോഴാ സ്വർഗം സന്തോഷിക്കുന്നത്. ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം, നമ്മെ വിളിച്ചവൻ നമ്മെ നിത്യതയിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വഴി യാത്രയില്ല. പക്ഷേ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് നമ്മളെ വഴിയിലേക്ക് തന്നെ പലപ്പോഴും നാം വഴി തെറ്റുവാനിടയുണ്ട്. പലയിടങ്ങളിലും നാം വഴിയുടെ യാത്രയിൽ നമുക്ക് വഴിതെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആ ലോകത്തിലാ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ, നമുക്കത് മനസ്സിലാകാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെ കൊണ്ടുവരുമ്പോൾ നാം ഒന്നുകൂടെ അപ്പനെ ഓർക്കുവാനിടയായി തീരണം. ആ അപ്പനെ നാം ഓർക്കുമ്പോൾ നമുക്ക് മടങ്ങി വരുവാനിടയായി തീരും. ഇന്ന് രാത്രി ഒരു മടങ്ങി വരുവിന്റെ ശുശ്രൂഷയായി തീരണം. അതാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു അവസരം ദൈവം വീണ്ടും തരുന്നു. ഞാൻ മുമ്പോട്ട് പോവുകയാണ്, വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. നാം അപ്പനെ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? നാം അപ്പനെ അനുസരിക്കുവാൻ തയ്യാറാകണം. നാം അപ്പനെ ബഹുമാനിക്കുവാൻ തയ്യാറാകണം. എങ്ങനെ നമുക്ക് അപ്പനെ അനുസരിക്കുവാൻ കഴിയും? അപ്പനെ അനുസരിക്കുക എന്ന് പറഞ്ഞ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യം ഒന്ന് വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു പിതാവിനോട് എങ്ങനെ അനുസരണമായിരുന്നത് പോലെ നമ്മളും നമ്മുടെ അപ്പനോട് അനുസരണത്തോടെ ഇരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയും. തന്നെത്താൻ താഴ്ത്തി. ജീവിതയാത്രയിൽ നമുക്ക് തന്നെത്താൻ താഴ്ത്തുവാൻ കഴിയുന്നു. നമ്മുടെ ജോലിയിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഒന്ന് താഴ്ത്തുവാൻ ഇന്നു രാത്രിയിൽ നമ്മൾ തീരുമാനമെടുക്കും. നമ്മുടെ അപ്പൻ നമ്മെ ഉയർത്തുവാനിടയായി. നമ്മുടെ അപ്പൻ നമ്മളെ ഉയർത്തുവാനിടയായി തീരുമെന്ന ദൈവത്തിന്റെ വചനം അവിടെ തന്നെ എന്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ
നമുക്ക് അതുപോലെ തന്നെ ദൈവത്തെ നാം സേവിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നവരായി തീരണം. എങ്ങനെ സേവിക്കുവാൻ കഴിയും? മലാക്കി 3:17. ഒന്നിന്റെ 6 വായിച്ചാൽ മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? അവിടെ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതാണല്ലോ. അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന് ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ദൈവത്തിന് നാം കൊടുക്കുന്നത്, ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത് ഊനമില്ലാത്തതും നമുക്ക് കൊള്ളരുതാത്തതും നമുക്ക് വേണ്ടാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതുമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന് കൊടുക്കേണ്ടത് നമുക്ക് ശ്രേഷ്ഠമായത് അവന് ബഹുമാനം കൊടുക്കുവാനിടയായി തീരണം. പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പൈതല്, നിന്റെ നാവിൽ നിന്ന് വരുന്ന സ്തോത്രം അത് കപടമില്ലാത്തതായിരിക്കണം, അത് നിർമ്മലമായിരിക്കണം. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ അത് കപടത്തോടെ അർപ്പിച്ചാൽ അത് ദൈവസന്നിധിയിൽ പ്രസാദമുള്ളതല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം അർപ്പിക്കുമ്പോൾ നിർമ്മലതയോടെ, നീതിയോടെ, കപടമില്ലാതെ, വഞ്ചനയില്ലാതെ നീ സ്തോത്രം ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നിനക്ക് വേണ്ടി എന്താ സംഭവിക്കുന്നത്? നിന്റെ അപ്പൻ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറുപടികളെ അയക്കുവാനിടയായി തീരും. അപ്പൊ അവിടെ ഒരു മനസ്സാന്തരം, അവിടെ ഒരു ചേഞ്ച് നമുക്കുണ്ടാകുവാനിടയായി തീരണമെന്ന് ദൈവത്തിന്റെ വചനം. അപ്പനെ നാം ബഹുമാനിക്കുന്നവരായിരിക്കണം, അപ്പനെ നാം സേവിക്കുന്നവരായിരിക്കണം. എങ്ങനെ സേവിക്കുവാൻ കഴിയും? ഈ അപ്പനെ നമുക്ക് സേവിക്കുവാൻ കഴിയുമോ? കഴിയും. നാം കൊടുക്കുന്ന, നാം ഒരാളെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ റൈഡിന് വേണ്ടി, പ്രയറിന് വേണ്ടി കൊണ്ടുവരുന്നു, ഒരാളോട് സുവിശേഷം പറയുന്നു, ഒരാൾക്കൊരു നന്മയിൽ ഒരു സഹായം നൽകുന്നു. ഇതെല്ലാം നാം ഈ ദൈവത്തെ സേവിക്കുന്നതിന്റെ ഭാഗമാ. അപ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന സ്തോത്രം അത് വിശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ എങ്ങനെ ചേർത്ത് പിടിച്ചതുപോലെ ഇന്ന് രാത്രിയിലും നമ്മുടെ അപ്പൻ നമ്മെ ചേർത്ത് പിടിക്കുവാൻ അവൻ നോക്കിക്കൊണ്ടേയിരിക്കുകയും കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടുമ്പോഴും അനേക വിശുദ്ധന്മാരെ നിർമ്മലതയോടെ നിർത്തിയിരിക്കുകയാണ്, വിശുദ്ധിയോടെ നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? കാന്തന്റെ വരവിങ്കലേക്ക്. അതിലെ ഒരു അംഗമാകുവാൻ എനിക്കും നിനക്കും കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് സ്വർഗം ആഗ്രഹിക്കുമ്പോൾ ഇന്നു രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മോട് ക്ഷമിക്കുന്ന ഒരപ്പനുണ്ടെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്, എങ്കിൽ നമുക്ക് സുബോധം വരുവാനിടയായിത്തീരും. നാം ചെയ്യുന്നതെല്ലാം ശരിയാ, നാം ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞ് യാത്ര ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തെത്താൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നമുക്ക് എത്തുവാൻ കഴിയും. വേഗത്തിൽ മുമ്പോട്ട് പിന്നെയും പോകുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആദ്യം ഒരു പിതാവെന്ന ബന്ധമാണ് നാം കേൾപ്പിച്ചത്. അടുത്തത് നമുക്ക് മറ്റൊരു ബന്ധം തരുന്നു, ഒരു സ്നേഹിതൻ എന്നുള്ള ബന്ധം ദൈവം നമുക്ക് തരികയാണ്. നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്ന, ലോകത്തിൽ നാം പലരെയും സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൈമറി പഠിക്കുമ്പോൾ നമുക്ക് സ്നേഹിതന്മാരുണ്ട്. പക്ഷെ നാം 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ സ്നേഹിതൻ പോയി, മറ്റൊരു സ്നേഹിതനായി. കോളേജ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ വേറെ സ്നേഹിതനായി. സ്നേഹിതന്മാർ മാറി മാറി പോകുമ്പോൾ
ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സ്നേഹിതനുണ്ട്. നമുക്ക് കാര്യങ്ങളെ പറയുവാൻ കഴിയുന്ന ഒരു സ്നേഹിതനുണ്ട്. നമുക്ക് വേണ്ടി ആ സ്നേഹിതന ജീവൻ തന്നിരിക്കുന്നത്. എനിക്ക് നിനക്ക് വേണ്ടി ആ സ്നേഹിതന നമുക്ക് ജീവൻ തന്നിരിക്കുന്നത്. ലോകത്തിലെ ഏതെങ്കിലും സ്നേഹിതന്മാർക്ക് ഇത് നൽകുവാൻ കഴിയുമോ? ലോകത്തിൽ പല സ്നേഹിതന്മാർ വന്നിട്ടുണ്ട്. കാര്യസാധ്യത്തിനു ശേഷം അവർ നമ്മെ ഉപേക്ഷിച്ചു മടങ്ങി പോകുമ്പോൾ ഒരിക്കലും കൈവിടാതെ, ഒരിക്കലും ഉപേക്ഷിക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതന ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? യഥാർത്ഥമായി അവനെ സ്നേഹിക്കുവാൻ കഴിയുമോ? അതാ ദൈവവചനം നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് യഥാർത്ഥമായി അവനെ സ്നേഹിക്കുവാൻ കഴിയുമോ? അതിന്റെ ഒരു വാക്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-15. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതല്ല നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇനിയും നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറയും. പിതാവിനോട് കേട്ടതെല്ലാം. യഥാർത്ഥമായ ഒരു സ്നേഹിതൻ പിതാവിനോട് കേട്ടതെല്ലാം അവൻ നമ്മളോട് പറഞ്ഞു. എന്താ കേട്ടത്? നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യത വരെയും പിതാവിൽ നിന്ന് കേട്ടതൊന്നും മറച്ചു വെക്കാതെ സകലതും അവൻ നമ്മളോട് പറഞ്ഞു. ഇന്നു രാത്രിയിലും നമ്മൾ അവന്റെ അടുക്കൽ മുട്ടുമടക്കി നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ നമ്മളോടൊന്നും മറച്ചു വെക്കാതെ നമ്മളോട് സംസാരിക്കുന്ന രാത്രി നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ? അവൻ പിതാവിൽ നിന്ന് കേട്ടത് ഒന്നും മറച്ചു വെക്കാതെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? നമുക്ക് വരുവാൻ വെച്ചിരിക്കുന്ന നിത്യജീവനെ കുറിച്ചും നിത്യശിക്ഷാവിധിയെ കുറിച്ചോ സകലത്തെ കുറിച്ചോ ഒന്നും പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, എല്ലാം ഞാൻ ഒരുക്കുന്നു, എല്ലാം അവനോട് പറഞ്ഞു. നമ്മുടെ ലോകത്തിലുള്ള സ്നേഹിതന്മാരോ അവർ കേട്ടതിന്റെ പകുതിയെ പറയൂ. കാരണം അതെല്ലാം കേട്ടാൽ നമ്മൾ അത് അവകാശം പ്രാപിക്കുന്നത് കൊണ്ട് അവർ അത് പറയാതിരിക്കുമ്പോൾ പിതാവിൽ നിന്ന് കേട്ടത് മുഴുവനും ഈ നല്ല സ്നേഹിതൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഒരു ഉത്തമ സ്നേഹിതൻ നമുക്കുണ്ട്. ലോകത്തിലെ സ്നേഹിതന്മാർ നമ്മെ കൈവിട്ടു പോയപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കുന്നു എന്ന് നീ വിചാരിച്ച് എന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ, എനിക്കിനിയും ആരുമില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, എന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ ഒരു ഉത്തമ സ്നേഹിതനായിട്ടുണ്ട്. നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നെ ഒരു സ്നേഹിതനാക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം, നമ്മെ സഹായിക്കാൻ ആരും കാണില്ല, നമ്മെ എല്ലാവരും കൈവിട്ടവരായിരിക്കും. എങ്കിലും ഇന്ന് രാത്രി വചനം പറയുന്നു, നിനക്ക് വേണ്ടിയാ ഞാൻ ഈ രാത്രിയിൽ ഈ സൂം മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്നത്. നീ നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് മടങ്ങിച്ചെല്ല്. നീ സ്നേഹിതനെ ഒന്ന് ഒറ്റപിടിക്ക. കൈവിടും ലോകം, പക്ഷെ ഒരിക്കലും കൈവിടില്ല കേട്ടോ. ലോകം ഉപേക്ഷിക്കും കേട്ടോ, പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കില്ല കേട്ടോ.
ഒരിക്കൽ നീ അപ്പനാക്കിയാൽ, ഒരിക്കൽ നീ സ്നേഹിതനാക്കിയാൽ, പിന്നെ ഒരിക്കലും ആ സ്നേഹിതൻ നിന്നോട് പിണങ്ങിപ്പോകയില്ല. പക്ഷെ ലോകത്തിൽ പലരും പിണങ്ങിപ്പോകും, ലോകത്തിൽ പല മുഖം തിരിക്കും, ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകും. എങ്കിലും ഈ ഉത്തമ സ്നേഹിതൻ ഉള്ളത് കൊണ്ട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ ഒരുവൻ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ, ലോകത്തിലെ താൽക്കാലിക സ്നേഹിതന്മാർ കൈവിട്ടു പോയാലോ, അവർ ഉപേക്ഷിച്ചാലോ, ഈ സ്നേഹിതൻ ഉണ്ടെന്നുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ആത്മാവ് നിന്നെ ബലപ്പെടുത്തുവാനിടയായി തീരും. അങ്ങനെ വിശ്വാസത്തിൽ നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നത്, അങ്ങനെ വിശ്വാസം നമ്മൾ ചവിട്ടിക്കയറുന്നത്, അങ്ങനെ നമ്മൾ ആശ്വാസം പ്രാപിക്കുന്നത്. ഈ രാത്രി ആശ്വാസം പ്രാപിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ വചനം. അതിലൂടെയാണ് നമുക്ക് മുന്നേറുവാനിടയായി തീരേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചത്. ഈ സ്നേഹിതന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ സ്നേഹിതൻ ജീവനെ തന്നു. ലോകത്തിലെ ആർക്കും എത്ര സ്നേഹിതന്മാരായാലും അവർക്ക് അവരുടെ ജീവനാ വലുത്. എങ്കിൽ ഈ സ്നേഹിതൻ നിനക്ക് വേണ്ടി ജീവനെ തന്ന സ്നേഹിതനോ. ഈ സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്മാർക്ക് കഴിയാത്ത ഒന്ന് നമുക്ക് തന്നു. സ്വന്തം ജീവൻ ഏറ്റെടുക്ക്. ഈ രാത്രി സ്വന്തം ജീവനെ അവൻ നമുക്ക് തന്നു. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? എല്ലാ വഴികളും അടയുമ്പോഴാ ഈ സ്നേഹിതനെ നമ്മൾ ഓർക്കേണ്ടത്. എല്ലാ തലങ്ങളും ശൂന്യമാകുമ്പോഴാ ഈ ഓർക്കേണ്ടത്. ഇല്ല മകനെ, ഇല്ല മകളെ, സകലതും മുമ്പും ഇതിന്റെ മുമ്പിൽ അടഞ്ഞിട്ടില്ല. ഞാൻ വേണ്ടി ജീവിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ജീവനെ തന്നവനാ എന്ന് നീ ഓർക്കുമ്പോഴാ ജീവിതത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. ഒരപ്പനെന്ന നിലയിൽ അവനോട് നമുക്ക് എന്തും പറയും. ഒരപ്പനോട് പലതും പറയാൻ പറ്റാതിരിക്കുമ്പോൾ അവൻ നമ്മെ അതിനപ്പുറമായി സ്നേഹിതന്മാരാക്കി. ഒരു സ്നേഹിതനോട് നിനക്ക് എന്തും പറയാം. ഒരപ്പനോട് ഒരുപക്ഷെ അത്രയും പറയാൻ പറ്റത്തില്ല. അവൻ മറ്റൊരു തലത്തിൽ നമ്മെ സ്നേഹിതന്മാരാക്കി, മറ്റൊരു തലത്തിൽ അവൻ നമ്മെ കുടുംബക്കാരനാക്കി. ഇനിയും മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് അവൻ കൽപ്പിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുവാൻ തയ്യാറാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അവനത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ കൽപ്പിക്കുന്നതൊക്കെ നാം ഒന്ന് ചെയ്യാൻ തയ്യാറാകണം. നമുക്കൊരു സ്നേഹിതനെ കുറിച്ച് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 5 മുതൽ 8 വരെ വെച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കറിയാവുന്നതാണ്. അവിടെ ഒരു സ്നേഹിതന്റെ അടുത്ത് അർദ്ധരാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണമേ എന്ന് പറഞ്ഞു. അവനവന്റെ സ്നേഹിതന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് സ്നേഹിതന്റെ വാതിക്കൽ മുട്ടുന്നതായിട്ട് അവിടെ കാണാം. അവിടെ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സ്നേഹിതൻ അകത്ത് കിടന്നുകൊണ്ട്, എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുന്നില്ല, പൈതൽ എന്നോടുകൂടെ കിടക്കുന്നു, അതുകൊണ്ട് എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് സ്നേഹിതൻ പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ പുറത്തു നിൽക്കുന്ന സ്നേഹിതൻ
അവൻ മുട്ടിക്കൊണ്ടേ ഇരുന്നു എന്ന് ദൈവത്തിന്റെ വചനം. ആ സ്നേഹിതൻ എന്തിനാ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്? ഞാൻ പൈതലുമായി കിടന്നുറങ്ങുന്നു, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടും ഈ സ്നേഹിതൻ എന്താ ചെയ്തത്? മുട്ടിക്കൊണ്ടേയിരിക്കുക. പുറത്തു നിൽക്കുന്ന സ്നേഹിതൻ അറിയാം, അകത്തു കിടക്കുന്ന എന്റെ സ്നേഹിതന് ഞാൻ എത്ര ബുദ്ധിമുട്ടിപ്പിച്ചാലോ അവൻ അതൊരു ബുദ്ധിമുട്ടാകുകയില്ല എന്ന് നന്നാം വണ്ണം അറിയാമെന്നത് കൊണ്ട് അവൻ മുട്ടാൻ തയ്യാറായത്. പിന്നെയും മറ്റൊരു കാര്യം അവൻ അറിയാം, ഈ അകത്ത് കിടക്കുന്ന സ്നേഹിതന് എനിക്ക് തരുവാനുള്ളത് അവന്റെ കയ്യിൽ ഉണ്ടെന്ന് ഇവനറിയാം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് വിശ്വാസമാണ് അവനെ പിന്നെയും മുട്ടാൻ പ്രേരിപ്പിച്ചത്. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? സ്നേഹിതൻ എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കുവാനിടയായി തീർന്നു. എന്നതുപോലെ ദൈവത്തിന്റെ ബൈബില് നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ നമ്മൾ മുട്ടിയാൽ ഉടനെ ലഭിക്കണമെന്നില്ല. എങ്കിൽ നീ മുട്ടിക്കൊണ്ടേ ഇരിക്കാൻ നീ തയ്യാറായാൽ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹിതൻ, നീ ആ സ്നേഹിതനെ അലസ്യപ്പെടുത്തുവാൻ തയ്യാറായാൽ, നീ ആ സ്നേഹിതനോട് പിന്നെയും പിന്നെ മുട്ടാൻ തയ്യാറായാൽ, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ മടുത്തു പോകാതെ പിന്നെയും പിന്നെയും മുട്ടാൻ തയ്യാറായോ, അതിന്റെ താഴെ വചനം പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഈ രാത്രിയിൽ യാചിപ്പാൻ, അന്വേഷിപ്പാൻ, മുട്ടുവാൻ വീണ്ടും തയ്യാറാക്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് രാത്രിയോട് ഉറപ്പ് നൽകുന്നു, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്നേഹിതനുണ്ട്, നിന്നെ വിളിച്ച ഒരു സ്നേഹിതനുണ്ട്, നീ ചേർത്ത് പിടിച്ച ഒരു സ്നേഹിതനുണ്ട്. അവനത് കേൾക്കാതെ കിടക്കുകയല്ല, അവനത് കേൾക്കുന്നുണ്ട്. പക്ഷെ നീ എങ്ങനെ മുട്ടുന്നു, നീ എപ്പം വരെ മുട്ടുന്നു എന്ന് അവനൊന്നും നോക്കുന്നേ ഉള്ളൂ. മറുപടിയില്ല എന്നല്ല അതിന്റെ അർത്ഥം, മറുപടി ഉണ്ട്, അതിന്റെ സമയത്തു തന്നെ വരും. അതാ വചനം പറയുന്നു. അതിന് മറുപടി അതിന്റെ സമയത്തു തന്നെ ദൈവം വരും. ചില മറുപടികൾ വേഗത്തിലായിരിക്കാം, ചില മറുപടികൾ താമസിച്ചായിരിക്കാം. എങ്കിലെല്ലാത്തിനും അവന്റെ സ്നേഹിതന്റെ പക്കൽ, ദൈവത്തിന്റെ പക്കൽ എല്ലാത്തിനും മറുപടി ഉണ്ട് കേട്ടോ. നിനക്ക് വേഗത്തിൽ ലഭിച്ചാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നുണ്ടെങ്കിൽ അതിച്ചിരി താമസിക്കും. നിനക്ക് വേഗത്തിൽ ലഭിച്ചാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നുണ്ടെങ്കിൽ അതിച്ചിരി താമസിക്കും. ഒന്നുറയ്ക്കുവാൻ, ഒന്നുറപ്പിക്കുവാൻ ദൈവം ചെയ്യുന്ന ഓരോ വേലകളായി. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മെ ഒരു സ്നേഹിതനാക്കുവാൻ, നമ്മെ അവന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ, നമ്മെ അവനോട് ചേർത്തു നിൽക്കുവാൻ ദൈവം പിന്നെയും പിന്നെയും ആഗ്രഹിക്കുകയാണ്. മുമ്പോട്ട് നമ്മൾ പിന്നെയും പോകുമ്പോൾ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മറ്റൊരിടത്ത് കാണിക്കുന്നുണ്ട്, അവൻ നമ്മെ ഒരു മൂത്ത സഹോദരന്റെ പദവിയിലേക്ക്, നമ്മുടെ ഒരു മൂത്ത സഹോദരൻ, ഒന്ന് പിതാവ്, പിതാവിനോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു സ്നേഹിതനാക്കി, സ്നേഹിതനോടും പറയാൻ പറ്റിയില്ലെങ്കിൽ മൂത്ത ഒരു സഹോദരനായി നമുക്ക് തന്നു. വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. യേശു അവളോട്, അതാണ് പക്ഷേ 20:17. യേശുവോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമാവിന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ ഒന്നൊരു അടുക്കലേക്ക് കയറിപ്പോയി എന്ന് പറയും. നമ്മുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, അതിന്റെ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിന് 29 വായിച്ചു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതെ,
അവന്റെ സഹോദരന്മാരാക്കുവാനായിട്ട് ഞാൻ വാക്യം വായിപ്പിച്ച് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവൻ നമ്മെ സഹോദരന്മാരാക്കി എന്നുള്ളതാണ്. ഒരു സഹോദരനായി നമുക്ക് തന്നു. എന്തിനാ ഒരു സഹോദരനാക്കി നമ്മെ തന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു സഹോദരൻ, മൂത്ത സഹോദരനാ ഇളയവർക്കെല്ലാം മാതൃകയാകും. നമുക്ക് മാതൃക ആരാ? ഈ ലോകമാണോ നമ്മുടെ മാതൃക? അതോ നമ്മെ ആക്കി വെച്ചവൻ, നമ്മെ സഹോദരനാക്കി വെച്ചവൻ, നമ്മെ സഹോദരനാക്കി വെച്ചത് അവന്റെ മാതൃക നമ്മെ പിന്തുടരുവാനാ, അവനെ മാതൃകയാക്കുവാനാ, യേശുവിന്റെ മാതൃകയായി നമ്മെ മുന്നോട്ട് പോകുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അവന്റെ പ്രാർത്ഥനാ ജീവിതമുണ്ട്. ആ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം അവൻ പിതാവിനെ അനുസരിച്ചതുപോലെ, പിതാവിനെ അവൻ കീഴ്പ്പെട്ടിരുന്നത് പോലെ, പിതാവിനോട് ചേർന്ന് നടന്ന് ഇങ്ങനെയാ ഭൂമിയിലായിരുന്നു പറഞ്ഞത്, പിതാവേ ഇതാ ഞാൻ വന്നിരിക്കുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, മറ്റൊന്നിനുമല്ല ഞാൻ വന്നത്. പിതാവേ ഞാൻ വന്നിരിക്കുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിരിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം ചെയ്ത ഈ ഭൂമിയിൽ യാത്ര ചെയ്ത യേശുവിനെ ഒരു മാതൃകയാക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മെ മൂത്ത സഹോദരൻ എന്ന് നാം അംഗീകരിക്കുമ്പോൾ തന്നെ ആ സഹോദരന്റെ ഒരു മാതൃകയായി നമ്മെ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. വീഴ്ചകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ഈ മൂത്ത സഹോദരനെ ഒന്ന് ഓർക്കുവാനിടയായി തീരണം. ഈ മൂത്ത സഹോദരനെ ഒന്ന് ധ്യാനിക്കുവാൻ നാം ഇടയായി തീരണം. നമ്മൾ ഒരു കുടുംബത്തിലുള്ളതാണെന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ. നമ്മെ ആ കുടുംബത്തിലേക്ക് പിന്നെയും ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ മൂത്ത സഹോദരൻ ഇനിയും വരുമെന്നും ദൈവത്തിന് വചനം. അതാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ. മറ്റൊരു കാര്യത്തിലേക്ക് വേട്ടെന്ന് പറയുന്നു, അവൻ നമ്മുടെ രക്ഷിതാവാണ്. അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവം. പിതാവായി വന്നു, സ്നേഹിതനായി, ജ്യേഷ്ഠ സഹോദരനായി, മറ്റൊന്ന് നമുക്കൊരു രക്ഷകനായി നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ അവനോടുകൂടെ ചേർത്ത് നിർത്തും. എന്താണെന്നറിയാമോ ദൈവത്തിന്റെ പൈതലേ, നാം എല്ലാവരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ. നമ്മളെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം കിട്ടും. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും. നമുക്കത് എടുക്കാം, ഉപയോഗിക്കാം, നമ്മൾ ആവശ്യമുള്ളതൊക്കെ അവിടെ ചെയ്യാം. പക്ഷെ ആ സൂപ്പർ മാർക്കറ്റിന് ഒരു കാര്യമുണ്ട്, അതിനൊരു എക്സിറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കൊരു എക്സിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഈ സൂപ്പർ മാർക്കറ്റിനുള്ളിലെല്ലാം എടുത്തിട്ട് ഓരോരുത്തരുടെ സമയമാകുമ്പോൾ അവരെ വിളിക്കും. നിന്റെ സമയം തീർന്നു, തിന്നതും ഉല്ലസിച്ചതും ആനന്ദിച്ചതും ഇവിടുത്തെ സാധനമൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെതാ, നിനക്കൊന്നും കൊണ്ടുപോകുവാൻ പറ്റത്തില്ല, ഈ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് പൊക്കോണം, നീ അതുകൊണ്ട് ഇങ്ങ് ഇറങ്ങി വാ, നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചോണ്ട് അടുത്ത ദിവസം അടുത്ത ആളെ വിളിക്കും, ആളും പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ ഈ ഭൂമിയില് തിന്നും കുടിച്ചും ആനന്ദിച്ചു നിൽക്കുന്ന സമയത്താ ഒരാൾ വന്ന് നമ്മെ വിളിക്കുന്നു, നിന്റെ സമയം കഴിഞ്ഞു, നീ എക്സിറ്റിലേക്ക് മടങ്ങി ചെല്ലുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതൊന്നും അവനെ കൂടെ പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മെ രക്ഷിച്ച രക്ഷകന്റെ രക്ഷ നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. അവിടെ ഒന്നും നിനക്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നമ്മെ രക്ഷിച്ചിരിക്കുന്ന രക്ഷകൻ നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. പക്ഷെ അവനോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ നാം ഈ രാത്രിയിൽ ഒന്നുകൂടെ തീരുമാനമെടുക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ നമ്മുടെ ജീവിത
രാത്രിയിൽ എവിടെയെങ്കിലും നമുക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരുവാനിടയായി തീരട്ടോ. വചനം ഇങ്ങനെ പറയുന്നു, കർത്താവേ നീ ഞങ്ങളെ ഒരു പിതാവെന്ന് സ്നേഹിച്ചല്ലോ, കർത്താവേ നീ ഞങ്ങളെ ഒരു സ്നേഹിതനാക്കി തീർത്തല്ലോ, കർത്താവേ നീ ഞങ്ങൾക്കൊരു മൂത്ത സഹോദരനായി തന്നല്ലോ, നീ ഞങ്ങളെ നല്ലൊരു രക്ഷകനായി നീ ഞങ്ങളെ കരുതിയല്ലോ കർത്താവേ, ഞങ്ങൾ അന്നിട്ടോ ഇങ്ങനെയായല്ലോ കർത്താവേ എന്ന് ഇതാരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നു, നിനക്കൊരുക്കിയിരിക്കുന്ന രാത്രിയ, നിനക്കൊരു സമയമുണ്ട്, നിന്റെ സമയം തീർന്നു പോയിട്ടില്ല, നിന്നെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്ന് രാത്രി നിന്നോട് പറയുന്നു, നീ അതിനു വേണ്ടി ഒന്ന് ഹൃദയത്തെ കൊടുക്കുവാൻ. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്ത് ഭാരമുണ്ടെങ്കിലും ഈ സ്നേഹിതനോട് ഇന്ന് രാത്രിയിൽ പറയുക, അവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. എല്ലാ രോഗത്തിനും, എല്ലാ ഭാരത്തിനും, എല്ലാ നിരാശയ്ക്കോ, എല്ലാ പ്രതിസന്ധികൾക്കോ എന്റെ രക്ഷകന്റെ കയ്യിൽ അതിന് മറുപടിയുണ്ട് എന്ന് രാത്രിയെ അതിനു വേണ്ടി മനസ്സിനെ കൊടുക്കുക, അതിനു വേണ്ടി ഹൃദയത്തെ കൊടുക്കുക. തെറ്റുകളെ തിരുത്തി മടങ്ങി വരിക. ഒരു മുടിയനായ പുത്രൻ അവൻ മടങ്ങി വന്നപ്പോൾ ഒരപ്പൻ അവനെങ്ങനെ ചേർത്ത് പിടിച്ചെന്ന് നമ്മൾ കണ്ടല്ലോ. ആ വീട്ടിൽ പിന്നെ ജയവും ഉല്ലാസവും ഉണ്ടായതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ ജയവും ഉല്ലാസവും ഉണ്ടാകുവാൻ, അവനെ ചേർത്ത് പിടിക്കുവാൻ ഈ രാത്രി നമ്മളൊന്ന് തയ്യാറാകുവാനിടയായി തീരും. ദൈവത്തിന്റെ വചനം അതിൽ ഇനിയും വാക്യങ്ങൾ വായിക്കുവാനുണ്ടെങ്കിലും റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവനെ കൈക്കൊണ്ട് അത് എല്ലാവർക്കും 10-ാം അധ്യായം 9-ാം വാക്യം, വെളിപ്പാട് 4:11 ഒക്കെ ഉണ്ട് വാക്യങ്ങൾ. ഇനിയും അധികം സമയം മുമ്പോട്ട് എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയില് കേൾപ്പിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നാൽ നിങ്ങളുടെ ജീവിതം നമ്മെ വിളിച്ചവന്റെ വിളിയുടെ ഉദ്ദേശത്തിലേക്ക്, നാം യാത്ര ചെയ്യേണ്ട യാത്രയിൽ തന്നെ ഒരു ഇടത്തും നാം പട്ടുപോകാതെ നേരോടെ നടക്കുവാൻ ദൈവം കൃപ നൽകുമെന്നും, അതിനോടൊപ്പം കേൾക്കുന്നത് ഇപ്പോൾ കേട്ടു പിന്നത്തേതിൽ പിശാച് എടുത്തു കളയാതെ അവൻ നമ്മെ ഒരുക്കിയിരിക്കുന്നത് പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ ജീവന്റെ അവകാശം നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഈ വചനം കൊണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭിക്കുവാൻ പോകുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്നുകൂടെ പുതുക്കി രൂപാന്തരപ്പെടുത്തി ദൈവകൃപയിൽ നിന്ന് കർത്താവിന്റെ വരവെങ്കിൽ അതിങ്കൽ എടുക്കപ്പെടത്തക്ക രീതിയിൽ ഒരുക്കപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.